ഗൈസ്, അപ്പോൾ വെൽക്കം ബാക്ക് ടു NN വ്ളോഗ്സ്. അപ്പോൾ നമ്മൾ ഭയങ്കര എക്സൈറ്റഡ് ആണ് ഈ വ്ളോഗ് ചെയ്യാനായിട്ട്. കാരണം നമ്മൾ നമ്മുടെ 4th കൺട്രിയിലോട്ടാണ് പോകുന്നത്. അപ്പോൾ ആദ്യം നമ്മൾ മാൽദീവ്സിൽ പോയി, UK വന്നു, പിന്നെ ഇപ്പം ടർക്കിയിൽ ലാസ്റ്റ് ഇയർ പോയി. ഇത് നമ്മുടെ 4th കൺട്രിയാണ്. അപ്പോൾ ഗ്രീസാണ് നമ്മൾ ചൂസ് ചെയ്തിരിക്കുന്നത്. അപ്പോൾ സാൻഡോർണിയിലേക്കാണ് പോകുന്നത്. സാൻഡോർണിയിലുള്ള ആ ഐലൻഡാണ് നമ്മൾ ചൂസ് ചെയ്തത്. അപ്പോൾ നമ്മൾ ലണ്ടനിൽ നമ്മൾ ട്രൈ ചെയ്തത്. ഇപ്പോൾ നമ്മളിവിടെ എയ്ത്തൻസിൽ ആദ്യം ഇറങ്ങി, അവിടെ നിന്ന് പിന്നെ ഒരു കണക്ഷൻ ഫ്ലൈറ്റ് എടുത്തിട്ടാണ് നമ്മൾ സാൻഡോർണിയിൽ വന്നത്. അപ്പോൾ നമ്മൾ രാത്രിയാണ് ഇവിടെ എത്തുന്നത്. അപ്പോൾ നിങ്ങൾ ഈ കാണുന്നതാണ് നമ്മൾ രാത്രിയുള്ള വ്യൂ ആണ്. ഭയങ്കര ടയേർഡാണ്. നമ്മൾ നേരെ റൂമിലോട്ടാണ് പോകുന്നത്. ഇത് നമുക്ക് പ്രൈവറ്റ് എൻട്രൻസ് ഒക്കെ കൂടിയാണ് നമ്മൾ ചൂസ് ചെയ്തത്. മോർണിംഗ് ആകുമ്പോഴേ ആക്ച്വലി വ്യൂ കാണാൻ പറ്റുള്ളൂ. ഇത് ഭയങ്കര രാത്രി ആയതുകൊണ്ട് നിങ്ങൾക്ക് ഈ വ്യൂ മാത്രമേ കാണിക്കാൻ പറ്റുള്ളൂ. അപ്പോൾ ഇതാണ് നമ്മുടെ ബെഡ്റൂം. ഗൈസ് ഹായ്. അപ്പോൾ നമ്മൾ സാൻഡോർണിയിൽ എത്തിയിരിക്കുകയാണ്. അപ്പോൾ നമ്മളൊന്ന് ഫ്രഷൊക്കെ ആയി. ഈവനിങ് ആണ്, നൈറ്റാണ്. ഇപ്പോൾ ഡിന്നറിന് വന്നതാണ്. അപ്പം എല്ലായിടത്തും ഭയങ്കര തിരക്കാണ്. അപ്പോൾ അതിന് മുന്നേ ഒന്ന് ഒരു ഐസ്ക്രീം കഴിക്കാമെന്ന് വിചാരിക്കുക. ഇവിടെ അപ്പോൾ ഗൈസ്, മാംഗോ ഐസ്ക്രീം. എവിടെ പോയാലും മാംഗോ ഇട്ടൊരു കളിയില്ല. ഇത് സ്റ്റിക്കിയാണ്. യെസ്, കറക്റ്റ് മാംഗോൻ്റെ പഴുപ്പ് കഴിക്കുന്ന പോലെ. അടിപൊളി. അങ്ങനെ നമ്മൾ ഐസ്ക്രീമൊക്കെ കഴിച്ചതിന് ശേഷം ഇവിടെ ഒരു അടിപൊളി റെസ്റ്റോറൻറ്റ് ഏതാണെന്ന് തപ്പി നടക്കുമായിരുന്നു. അങ്ങനെ നമ്മൾ റേറ്റിംഗ് ഒക്കെ നോക്കിയിട്ട് അടിപൊളി സീ ഫുഡ് കിട്ടുന്ന, ഇവിടെ മെയിൻലി സീ ഫുഡാണ്. അപ്പം അങ്ങനത്തെ ഒരു റെസ്റ്റോറൻറ്റിൽ നമ്മൾ കണ്ടുപിടിച്ചിട്ടുണ്ട്. അപ്പം അങ്ങോട്ടേക്ക് നമുക്ക് പോകാം. അപ്പം മെനു ഒക്കെ നോക്കുവാണ്. ഭയങ്കര കൺഫ്യൂസ്ഡാണ്. എന്തെങ്കിലും പുതിയതായിട്ട് ന്യൂ ആയിട്ട് ട്രൈ ചെയ്യണമെന്നുണ്ട്. കോഫി, ലെറ്റ്സ് ട്രൈ. പിന്നെ ഏറ്റവും ഇൻട്രസ്റ്റിംഗ് ആയിട്ട് കണ്ടോ, റെഡ് കളറാണ് ഇവിടുത്തെ ടിഷ്യൂ എന്ന് പറയുന്നത്. മൊത്തത്തിൽ അടിപൊളി ആംബിയൻസ് ആണ്. എനിക്ക് ഗ്രീസ് ഭയങ്കര ഇഷ്ടപ്പെട്ടു. ശരിക്കും ഇവിടെ ഹണിമൂണിന് പറ്റിയ ഡെസ്റ്റിനേഷൻ. പിന്നെ ഇവിടെ ഗ്രീൻ കോഫിയാണ് ഞാൻ ആദ്യമായിട്ടാണ് ട്രൈ ചെയ്തത്. പക്ഷേ ടു ബി ഓണസ്റ്റ് കൊള്ളൂല. പിന്നെ ഇവിടെ കോക്ക് ഓർഡർ ചെയ്തിട്ടുണ്ട്. അത് ഇവർ സെർവ് ചെയ്യുന്നത് തന്നെ ഒരു ലെമൺ സ്ലൈസും ഐസിൻ്റെ കൂടെയാണ്. ലൈക്ക് നമ്മൾ ഡ്രിങ്ക്സ് കുടിക്കുന്ന പോലെ, ബിയറൊക്കെ കുടിക്കുന്ന പോലെ. പക്ഷേ ഇത് നല്ലതായിട്ട് വേറൊരു ഫ്ലേവർ, കോക്ക് വിത്ത് ലെമൺ കുടിക്കുന്ന ഒരു എഫക്റ്റാണ്. അപ്പോൾ ഇതൊരു സ്റ്റാർട്ടർ പോലെ നമ്മൾ ചെയ്ത്, സ്റ്റാർട്ടറല്ല നമ്മൾ, പക്ഷേ ഇവിടെ ഡ്രിങ്ക്സാണ് ആദ്യം കൊണ്ടുവന്നത്. അപ്പോൾ ലെറ്റ്സ് വെയിറ്റ് ഫോർ ദ അതർ ഡിഷസ്. ഗൈസ് ഇരുന്നോ? ഗൈസ്, ഇപ്പോൾ ടേബിളിൽ എല്ലാം ഭയങ്കര ഡിഫറെൻ്റ് ആയിട്ടാണ് അറേഞ്ച്മെൻറ്റ്സ് വരുന്നത്. ഞാൻ ഇതുവരെ ഒരു റെസ്റ്റോറൻറ്റ്സിലും കണ്ടിട്ടില്ല. ഇപ്പോൾ ഇവിടെ ഒലീവ് ഓയിൽ, അതുപോലെ വിനീഗർ, പിന്നെ ആസ് യൂഷ്വൽ നമ്മുടെ സോൾട്ടും പെപ്പറൊക്കെ ഉണ്ട്. അങ്ങനെ ഗൈസ്, നമ്മുടെ ഫുഡ് എത്തിയിരിക്കുകയാണ്. നമ്മൾ ചെയ്തത് പ്രോൺസും ക്രാബും അതുപോലെ തന്നെ ഒക്ടോപ്പസ് ആദ്യമായിട്ടാണ് നമ്മൾ ട്രൈ ചെയ്യുന്നത്. അതാണ് ഈ ഫ്രൈ നിങ്ങൾ കാണുന്നത്. പിന്നെ ഒരു ഫിഷ് പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഇവിടുത്തെ ഒരു സ്പെഷ്യൽ ഫിഷാണത്. അപ്പോൾ അത് അവർ തന്നെ നമുക്ക് ക്ലീൻ ചെയ്ത് തരാമെന്ന് പറഞ്ഞിട്ടുണ്ട്. പിന്നെ റൈസ് ഇല്ലാതെ നമുക്ക് പറ്റില്ല. അങ്ങനെ ഒരു പോർഷൻ ഓഫ് റൈസും പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഇത് അവർ ക്ലീൻ ചെയ്യുന്നതാണ് അവർ കാണിക്കുന്നത്. നല്ലൊരു എക്സ്പീരിയൻസ് തന്നെയായിരുന്നു ഇങ്ങനെ അവർ ക്ലീൻ ചെയ്ത് ബോൺസൊക്കെ അതിൻ്റെ മാറ്റിയിട്ട് തരുന്നത്.
അങ്ങനെ നമ്മൾ ഫുഡെല്ലാം കഴിച്ചു. ഹാപ്പി ടമ്മിയായിട്ട് നമ്മൾ തിരിച്ചു വരികയാണ് നമ്മുടെ റൂമിലേക്ക്. നാളെ മുതലാണ് ശരിക്കും എക്സ്പ്ലോർ ചെയ്യാനായിട്ട്.